വെൽക്കം ടു ക്രോഷറ്റ് വേൾഡ്. ഈ സീരീസിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നേരത്തെ പറഞ്ഞത് കണക്ക് സിംഗിൾ ക്രോഷറ്റും ഡബിൾ ക്രോഷറ്റും പിന്നെ ഹാഫ് ഡബിൾ ക്രോഷറ്റും. ഓക്കെ, ഇത് 3 സ്റ്റിച്ചസ് ആയിരിക്കും നമ്മളിതിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എങ്ങനെയാണ് സ്ലിപ്പ് നോഡും ചെയിൻസ് മേക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് എപ്പിസോഡൊന്ന് കണ്ടിട്ട് ഇതിലോട്ട് വരാം, അപ്പം കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഹുക്കാണ്. ഞാൻ അവിടെ 2mm ഹുക്കാണ് എടുത്തേക്കുന്നത്. പിന്നെ യാണ്, നിങ്ങളുടെ കയ്യിൽ ഏത് യാണാണോ ഉള്ളത് അതെടുക്കാം. ജസ്റ്റ് ബിക്കോസ് വി ആർ പിക്കുന്ന, ദാറ്റ്സ് വൈ. ഓക്കെ, ആദ്യം സ്ലിപ്പ് നോട്ട് ഇടുക. ചെയിൻസ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, yarn over, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, yarn over and pull through, yarn over, pull through. Second chain, yarn over, pull through. Third chain, yarn over, pull through. നോക്കാം, 1 2 3 4. അപ്പോൾ നമുക്കിപ്പം 10 ചെയിൻസ് ഉണ്ട്. നമ്മുടെ ഈ ചെയിനാണ് ഹുക്കിൻ്റെ തൊട്ട് താഴെയുള്ളത്. അത് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള ചെയിനിലാണ് നമ്മൾ ഹുക്ക് ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. മീൻസ് ഹുക്കിൽ നിന്ന് രണ്ടാമത്തെ ചെയിനിലോട്ടാണ് നമ്മൾ ഹുക്ക് ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഈ വീൻ്റെ അകത്തോട്ട് ഇൻസൾട്ട് ചെയ്യുക. ഓക്കെ, സെറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഹുക്കിൻ്റെ അകത്ത് 2 ചെയിൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ yarn over ചെയ്യുക. yarn over ചെയ്തിട്ട് ഫസ്റ്റ് ചെയിൻ്റെ അകത്തോട്ട് എടുക്കുക. അപ്പം നമ്മുടെ യാണിൽ മൊത്തം 2 ചെയിൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, വീണ്ടും yarn over ചെയ്യുക. ഓക്കെ, എന്നിട്ട് അപ്പം നമ്മുടെ ഹുക്കിൽ 3 ചെയിൻസ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിനെ ഈ 2 ചെയിൻ്റെ അകത്തോടെ എടുക്കും. മീൻസ് പുൾ ത്രൂ ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇതിനാണ് നമ്മുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കവിടെ ഒരു വി കാണാം. ഓക്കെ, സെയിം നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് വീലോട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ അടുത്ത വി എന്ന് പറയുന്നത്. നമ്മൾ ഹുക്ക് നെക്സ്റ്റ് വീലോട്ട് ഇൻസേർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഹുക്കിൽ 2 യാൺ ഉണ്ടായിരിക്കും, 2 ചെയിൻ ഉണ്ടായിരിക്കും. എന്നിട്ട് yarn over ചെയ്യുക.
ആദ്യത്തെ ഈ അണ്ടകത്തോട് പുൾ ത്രൂ ചെയ്യുക. ഇപ്പം നമ്മുടെ കയ്യിൽ 2 യാണായിരിക്കും ഹുക്കിലുള്ളത്. വീണ്ടും യാൺ ഓവർ ചെയ്യുക. ഈ 2 യാണ്ടകത്തോടെ പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ തേർഡ് ചെയിനിലോട്ട് ചെയ്യാം. തേർഡ് ചെയിനാണിത്. ഓക്കെ, ഇൻസേർട്ട്, യാൺ ഓവർ. നമ്മുടെ ഹുക്കിൽ 2 യാണുണ്ടായിരിക്കും. 2 യാണ്ടകത്തോടെ എടുക്കുക. ഓക്കെ, സെയിം തേർഡ് ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഫസ്റ്റ് ചെയിൻ്റെ അകത്തോട്ട് എടുക്കുക. നമ്മുടെ ഹുക്കിൽ 2 യാണുണ്ടായിരിക്കും. യാൺ ഓവർ ചെയ്യുക. 2 ചെയിനായിട്ട് പുൾ ത്രൂ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ സിംഗിൾ ക്രോഷ്യേറ്റ് എന്ന് പറയുന്നത്. ഇതേ സെയിം പാറ്റേൺ നമ്മുടെ ബാക്കിയുള്ള ചെയിൻസിനും കൂടെ ചെയ്യാം. ഇതായിരിക്കും 10 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള ഇങ്ങനെയായിരിക്കും. 10 സിംഗിൾ ക്രോഷ്യ ആയിരിക്കത്തില്ല, 9 സിംഗിൾ ക്രോഷ്യ ആയിരിക്കും. കാരണം നമ്മൾ ആദ്യത്തെ ഒരു ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹാഫ് ഡബിൾ ക്രോഷ്യ നോക്കാം. സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. ഫസ്റ്റ് സ്ലിപ്പിനോട്ട് ഇടുക, എന്നിട്ട് 10 ചെയിൻസ് ചെയ്യുക. നമ്മളിപ്പോൾ നോക്കുന്ന ഹാഫ് ഡബിൾ ക്രോഷ്യേറ്റ് ആണ്. ഹാഫ് ഡബിൾ ക്രോഷ്യേറ്റ് എന്ന് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഹുക്ക് ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്യുക, സെക്കൻഡ് ചെയിനിലോട്ട് ഇടുക. മീൻസ് ഇത് നമ്മൾ ഫസ്റ്റ് സ്കിപ്പ് ചെയ്യുക, സെക്കൻഡ് വീലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ യാൺ ഓവർ ചെയ്തിട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സിംഗിൾ ക്രോഷ്യേറ്റിൽ നമ്മൾ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക മാത്രമേ ചെയ്ത്. ഇതിന് നമ്മൾ യാൺ ഓവർ ചെയ്തിട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, യാൺ ഓവർ ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുക ഹുക്കിന്. ഇപ്പോൾ മൊത്തം നമ്മുടെ ഹുക്കിൽ 3 എണ്ണമാണുള്ളത്. ഓക്കെ, എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ ചെയിൻ്റെ അകത്തോടെ പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഹുക്കിൽ 3 യാണുണ്ടായിരിക്കും. എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്യുക. ദെൻ പുൾ ത്രൂ ദീസ് 3 ലൂപ്സ്. ഈ 3 ചെയിൻ്റെ അകത്തൂടെ നമ്മൾ എന്ത് ചെയ്യുക, പുൾ ത്രൂ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഒന്നും കൂടെ ചെയ്യാം. ഫസ്റ്റ് യാൺ ഓവർ, ഇത് നെക്സ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും, കാരണം ഇത് ഇത്തിരി ബിഗായിട്ട് നമുക്ക് തോന്നും. അതിൻ്റെ അടുത്തുള്ള ചെയിനാണ് നെക്സ്റ്റ്. ഇൻസേർട്ട് ദ ചെയിൻ, സോറി, ഇൻസേർട്ട് ദ ഹുക്ക് ഇൻ ദ നെക്സ്റ്റ് ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ പുൾ ത്രൂ. അപ്പം നമ്മുടെ ഹുക്കിൽ 3 യാൺസ് ഉണ്ടായിരിക്കും. വീണ്ടും യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ 3 ലൂപ്സ്. ഈ 3 ലൂപ്സിൻ്റെ അകത്തും കൂടെ പുൾ ത്രൂ ചെയ്യുക. ഓക്കെ, യാൺ ഓവർ, insert into the next chain, yarn over, pull through the first chain, pull through ചെയ്യുക. ഹുക്കിൽ 3 യാൺസ് ഉണ്ടായിരിക്കും.
yarn over, pull through the 3 chains, so to pull through here. Okay, yarn over, insert into the chain, yarn over, again 3 yarns in our hook, yarn over, pull through the 3 loops. Okay, yarn over, insert, yarn over again, yarn over, pull through the 3 loops. Okay, ഇതാണ് നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യറ്റിനെക്കാട്ടും കുറച്ച് വലുതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഇത് സെയിം സ്റ്റെപ്പ് ഫുള്ളായിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മൾ 10 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇതിരിക്കുന്നത്. അപ്പോൾ ഡബിൾ ക്രോഷ്യറ്റിലോട്ട് പോകാം. ഇനി ഒരു ഡബിൾ ക്രോഷ്യറ്റാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്ലിപ്പ് നോട്ട് ആൻഡ് 10 ചെയിൻസ് ഇടുക. നമ്മൾ 10 ചെയിൻസ് ഇട്ടതിന് ശേഷം നമ്മൾ ഹുക്ക് സെക്കൻഡ് ചെയിനിലോട്ട് വേണം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി. അതിന് മുമ്പ് ഡബിൾ ക്രോഷ്യറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണോ ഹാഫ് ഡബിൾ ക്രോഷ്യറ്റ് ചെയ്തത് അതേ കണക്ക് യാൺ ഓവർ ചെയ്യുക, സെക്കൻഡ് ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ, സെക്കൻഡ് ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ ഓക്കെ എന്നിട്ട് ആദ്യത്തെ 2 ലൂപ്പിൽ മാത്രം നമ്മൾ പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ ആയിട്ട് യാൺ ഓവർ ആദ്യത്തെ 2 ലൂപ്പിൽ മാത്രം 1 2 തേർഡ് ലൂപ്പിൽ നമുക്ക് പുൾ ത്രൂ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഹുക്കിൽ വീണ്ടും 2 ലൂപ്പായിരിക്കും വരുന്നത്. ഓക്കെ, വീണ്ടും യാൺ ഓവർ ചെയ്യുക, ആ 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ചെയിനിലോട്ട് വീണ്ടും ഇൻസേർട്ട് ചെയ്യാം. അതിന് മുമ്പ് യാൺ ഓവർ, നെക്സ്റ്റ് ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടായിരിക്കും. യാൺ ഓവർ, ഫസ്റ്റ് ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. വീണ്ടും നമ്മുടെ ഹുക്കിൽ 3 ലൂപ്സ് ഉണ്ടായിരിക്കും. അഗൈൻ യാൺ ഓവർ, ദെൻ ഫസ്റ്റ് ഈ 2 ലൂപ്സിൽ കൂടെ മാത്രം പുൾ ത്രൂ ചെയ്യുക. 1 2, ദെൻ 2 ലൂപ്പ് ഉണ്ടായിരിക്കും. യാൺ ഓവർ, pull through the both loops. Okay, yarn over, then next chain, yarn over, pull through 3 loops on our hook, yarn over again, pull through the first 2 loops, yarn over, pull through the balance 2 loops. Okay, balance നമുക്ക് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഈ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്താൽ മതി. ഇതാണ് ബാക്കി. ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ
ഡബിൾ ക്രോഷറ്റും ഹാഫ് ഡബിൾ ക്രോഷറ്റും സിംഗിൾ ക്രോഷറ്റും എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോയിൽ നോക്കി.